നല്ല ഉപ്പാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കണ്ടുപഠിച്ചത്. ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് തരുമായിരുന്നു ആദ്യമേ. മഴക്കാലത്ത് ചക്കയില്ലാത്ത സീസണിൽ സ്കൂളുകളിലൊക്കെ ഉച്ച ഭക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക് ഈ ചക്ക ഇങ്ങനെ കറി വെച്ച് കൊടുക്കാറുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. വെള്ളം പറ്റിപ്പോയാൽ ചട്ടിക്ക് അടിയിൽ പിടിക്കുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഞാനിന്നിവിടെ എന്താ നിൽക്കുന്നതെന്നറിയാവോ? നമുക്ക് ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇതെന്ത് കറിയാണ്? ചക്കക്കറി. ചക്കക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ചക്ക ഉണ്ടായിട്ടുണ്ടാവും കേരളത്തിൽ. ഞങ്ങൾക്കിവിടെ ഇപ്പോൾ ചക്കയില്ലാത്ത സീസണാണ്. ചക്ക ഉണ്ടാകാൻ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ വർഷത്തെ ചക്ക ഞങ്ങൾ ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ട് വെച്ച ചക്കയാകട്ടോ ഇത്. നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കൂലേ, അതുപോലെ ചക്ക ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ രൂപത്തിൽ ഉപ്പിലിട്ട് വെച്ച കഴിഞ്ഞ വർഷത്തെ ചക്കയാണ്. ഉപ്പിലിട്ട ചക്ക ഇവിടെ കറിയാക്കും. ഇവിടെ ഞങ്ങൾ മംഗലാപുരത്ത് ഇവിടെയുള്ളവരൊക്കെ എല്ലാവരും ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട്, ഇങ്ങനെ കറിയാക്കാറുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങാനും വേവിക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. പച്ചച്ചക്ക വേവിച്ച് തിന്നുന്ന പോലെ വേവിക്കാൻ പറ്റത്തില്ല, കറിയാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ളത്. അപ്പോൾ ചക്ക ഉണ്ടാകാത്ത സീസണിൽ നമുക്ക് ഈ ചക്കേനെ എടുത്ത് നമുക്ക് കറിയാക്കി കൂട്ടാം. ഞങ്ങൾ ഈ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഈ ചക്ക ഇപ്പം നല്ല ഉപ്പാണ്. ഇതിന് ഉപ്പിൽ നിന്ന് ഞങ്ങൾ കോരിയെടുത്തേ ഉള്ളൂ കേട്ടോ. ഉപ്പിലിട്ട് വെച്ച ഭരണിയിൽ നിന്ന് ഇത് ഞങ്ങളിപ്പോൾ കോരിയെടുത്തേ ഉള്ളൂ. നല്ല ഉപ്പാണ്. ഇനി ഇത് കഴുകണം. ശരിക്കും ഒന്ന് കഴുകിയിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് നമുക്കിനി കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കണം, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് ഒരു ചെറിയ ഒരു മെഴുക്കുവരട്ടിയോ തോരൻ എന്നൊക്കെ പറയുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുവാണ് ചോറിന് കഴിക്കാനായിട്ട്. ഉപ്പിലിട്ട ചക്കയും കൊണ്ടൊരു വിഭവം. തോരൻ എന്നോ ഇതിന് ഒരു കറി. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കേരളത്തിലുള്ളവരൊന്നും ഈ ടൈപ്പ് ചെയ്യാറില്ല. നമുക്കും ആദ്യം അറിയില്ല. കാരണം ഞങ്ങളും ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കണ്ടുപഠിച്ചത്. ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് തരുമായിരുന്നു ആദ്യമേ. മഴക്കാലത്ത് ചക്കയില്ലാത്ത സീസണിലൊക്കെ ഉപ്പിലിട്ട ചക്ക ഞങ്ങൾക്ക് കൊണ്ടേ തരുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളും ഇത് കണ്ടുപിടിച്ചത്. നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ, കണ്ണിമാങ്ങയും മൂത്ത മാങ്ങ കീറിയിട്ടിട്ടൊക്കെ വെക്കൂലേ, അതുപോലെ ഇവർ ചക്ക ഉപ്പിലിട്ട് വെക്കും. അപ്പോൾ അതാണ് ഇവിടെ സ്കൂളുകളിലൊക്കെ ഉച്ച ഭക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക് ഈ ചക്ക ഇങ്ങനെ കറി വെച്ച് കൊടുക്കാറുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. കറി വെക്കും അവർ. ഒരു ദിവസം ചോറിന് ചക്ക കറി വെച്ച് കൊച്ചുങ്ങൾക്ക് സ്കൂളുകളിൽ കൊടുക്കാറുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഞങ്ങളും ഇത് കണ്ടുപഠിച്ചു. ഇവിടെ വന്നപ്പോൾ ഞങ്ങളും ഇവിടുത്തെ ആൾക്കാരായി പോയല്ലോ, അപ്പോൾ ഞങ്ങളും കണ്ടുപഠിച്ചു. ഞങ്ങൾ അങ്ങനെ ചെയ്ത് വെച്ചിരുന്ന ഒരു ചക്ക. ഇപ്പോൾ ഞങ്ങൾക്ക് ചക്കയില്ല, ഇവിടെ ചക്ക ആയിട്ടില്ല കൂട്ടുകാരെ. ഞങ്ങൾക്ക് ഇനി മഴക്കാലം ആകുമ്പോഴത്തേനും, കേരളത്തിലെല്ലാവരുടെയും ചക്ക തീരുമ്പോഴത്തേനും ഞങ്ങൾക്ക് അന്നേരവും ചക്ക. നമുക്കിവിടെ സെപ്റ്റംബർ വരെ ഞങ്ങൾ ചക്കയും കൊണ്ട് അഭിഷേകമായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് അവിടെ എല്ലാവരും ഈ നല്ല ചൂട് കാലത്ത് ചക്ക തിന്ന് ആവി എടുക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ചക്കയില്ല. അപ്പം ഞങ്ങൾ ഉപ്പിലിട്ട ചക്കയും കൊണ്ട് തൃപ്തരാകുന്ന സമയമാണിത്. ഇതൊരു കറിയാക്കി കാണിക്കാം. കൂട്ടുകാരെ, ആ കറി എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക്. ഉപ്പിലിട്ട് വെച്ചിരുന്ന ചക്ക എടുത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വാരിയെടുക്കാവേ കറി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചക്കയുടെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് അരപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. തേങ്ങയും കരിയാപ്പിലയും മുളകും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടി നമുക്ക് അരച്ച് ചേർക്കാം. ചക്ക കറി വെക്കുന്നത് ഒതുക്കിയിടാം. നമുക്കൊന്ന് ഒതുക്കിയാൽ മതി, അരയ്ക്കണ്ട. അപ്പോൾ നമ്മൾ ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി, അത് ചക്ക വേകാനുള്ള ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഉപ്പിലിട്ട ചക്ക ആയത് കാരണം നമ്മൾ ഇനി ഇളക്കിയൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. സാധാരണ ഉപ്പുണ്ടാവും, അത് കാരണം ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചക്കയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ നമുക്ക്. എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. ഇനിയും ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. നമ്മുടെ അരപ്പൊന്ന് യോജിപ്പിക്കാം. ഇളക്കി, ചക്കയല്ലേ, ഉപ്പിലിട്ട ചക്കയല്ലേ, ഒരിച്ചിരിയും കൂടെ ഉണ്ട്.
ചക്ക നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നു. ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. വെള്ളം പറ്റിപ്പോയാൽ ചട്ടിക്ക് അടിയിൽ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം വേണം. അത് ചക്ക വെന്ത് വരുന്നിടം വരെ അതിനനുസരിച്ച് ഒരു ഇച്ചിരി വെള്ളം അതിൻ്റെ അടിയിൽ വേണം. അപ്പോൾ ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം ഇവിടെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അതുകൂടെ പറ്റി വരുമ്പോഴേ ചക്ക നന്നായിട്ട് വെന്ത് വരുള്ളൂ. നല്ലപോലെ വെന്ത് വന്നെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിതിന് കടുക് താളിക്കാനൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ വേകട്ടെ, ഇനി ഒന്നുകൂടെ വേകാനുണ്ട്. ഇത് ചക്ക ഇവിടെ വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ അത്രയും മതിയായിരുന്നു. രണ്ടാമത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പിലിട്ട ചക്ക ആയതുകൊണ്ട് പാകത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കടുക് താളിക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിച്ചിരി ഫ്രഷായ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്കങ്ങോട്ട് എടുത്തൊഴിക്കാം. ഉണ്ടോ, നമ്മുടെ ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുകൊക്കെ താളിച്ചു. ഇനി എല്ലാം ഇളക്കി കൂട്ടിയാൽ മതി. അടിപൊളി ചക്കക്കറി റെഡിയായി. കണ്ടോ, ഉപ്പിലിട്ട് ചക്ക വർഷങ്ങളോളം സൂക്ഷിച്ച ഈ ചക്കയ്ക്ക് ഒരു കേടുമില്ല. 2-3 വർഷമൊക്കെ ഉപ്പിൽ കിടന്നോളും. എന്നിട്ട് നമുക്ക് ചക്കയില്ലാത്ത സമയത്തൊക്കെ ചക്ക ഇങ്ങനെ എടുത്ത് നമുക്ക് കറിയായിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാം. അപ്പോൾ ഈ ചക്കയ്ക്കൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല. ഒരുപാടൊന്നും ഉപ്പിട്ട് വെക്കേണ്ട കാര്യമില്ല. അത് കേടാകാത്ത രീതിയിൽ കുറച്ച്, നമ്മൾ മാങ്ങയ്ക്കൊക്കെ ഇടുന്നത്ര ഉപ്പൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, അരിഞ്ഞരിഞ്ഞ് നമ്മൾ ചക്കയൊക്കെ വറക്കാനായിട്ട് ഉണ്ടാക്കൂല, ആ സൈസിൽ, ആ രീതിയിൽ നമ്മളിങ്ങനെ ചക്ക കീറിയിട്ട് നമുക്കിനി ചക്കയാവുന്ന സീസൺ വരട്ടെ, അപ്പം കാണിക്കാം. അതെ, അടുത്ത സീസണിൽ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അടുത്ത സീസണിലല്ല, ഈ സീസണിൽ ലാസ്റ്റ് അല്ലേ ആകുള്ളൂ. നമുക്ക് താമസിച്ച ആ സമയത്ത് ഉപ്പിലെങ്ങനെയാണ് ചക്കയിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇട്ട ചക്കയാണ് ഇത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ചക്കയായുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടുമൊക്കെ ചെയ്യാം. നല്ല അടിപൊളി കറിയാണ്. ഇപ്പം എല്ലാവർക്കും കേരളത്തിൽ ചക്കയുള്ള സമയമല്ലേ, എല്ലാവർക്കും ചക്കയായി വരുന്ന സമയമല്ലേ. അപ്പം നിങ്ങളും ഈ മഴക്കാലം ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുള്ള സമയത്ത് ഉപ്പിലൊന്ന് ഇട്ട് വെച്ച് നോക്ക്. മഴക്കാലത്ത് ചക്കയില്ലാത്ത സമയം വരുമ്പോൾ ഇതുപോലെ നമുക്ക് അത്യാവശ്യം ഒരു കറിയാക്കാം കേട്ടോ. അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയാലല്ലേ നിങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ വർഷവും. കുറച്ച് ചക്ക ഉപ്പിലിട്ടിങ്ങനെ വെക്കും, മാങ്ങയൊക്കെ വെക്കുന്ന പോലെ. എന്നുവെച്ച് ഞങ്ങൾ ചക്കയില്ലാത്ത സമയത്ത് അതെടുത്ത് കറി വെക്കും. അപ്പം ഞങ്ങൾ ഈ കറി നിങ്ങളെ വെച്ച് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം. ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും അറിയിക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുത്തോന്നേ. ഇതൊക്കെ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഇതൊന്നും അപൂർവമാണ്. ഇവിടെ കർണാടകത്തിൽ ഞങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. കർണാടകക്കാരുടെ ഫേവറേറ്റ് ഒരു സാധനമാണ് ഇത്, ചക്ക ഉപ്പിലിട്ടത്. അപ്പം കേരളത്തിൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ നിങ്ങളെല്ലാവർക്കും. ഈ കറിയും എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും ഇങ്ങനെ ഒന്ന് മഴക്കാലത്തേക്ക് സംഭരിക്കട്ടെ. ചക്കയുടെ സീസണിൽ ചക്ക എടുത്ത് വെച്ച് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞങ്ങളുടെ കറി ഇവിടെ ഇത് ഫിനിഷായി. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.